പ്രതികൂല കാലാവസ്ഥയിൽ നെല്ലുണക്കാൻ കഴിയാത്ത ചെറുകിട നെൽകർഷകർക്ക് ആശ്വാസമായി അമൃത സർവകലാശാലയുടെ കണ്ടുപിടുത്തം. മഴക്കാലത്തും വിളവ് ഉണക്കാൻ പറ്റുന്ന നൂതന സാങ്കേതിക സംവിധാനമാണ് അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി ഇനാബിലിംഗ് സെന്റർ വികസിപ്പിച്ചത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ നെല്ലുൽപാദക രാജ്യമായ ഇന്ത്യയിൽ വിളവെടുപ്പ് കാലത്തെ മഴ നെൽകർഷകർക്ക് ഭീമമായ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. കേരളത്തിൽ 6 മാസത്തോളം നീളുന്ന മഴക്കാലം നെൽകൃഷിയെ സാരമായി ബാധിച്ചിരുന്നു. ഈ വെല്ലുവിളി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത സർവകലാശാല പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണക്ക യന്ത്രമാണ് കർഷകർക്ക് ആശ്വാസമാകുന്നത്. ഇതോടെ മാസങ്ങൾ നീളുന്ന മഴക്കാലത്ത് സംസ്ഥാനത്തെ നെൽകർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ വികസിപ്പിച്ച ഈ നിയന്ത്രിത അന്തരീക്ഷ വിളവെടുപ്പ് ഉണക്കൽ സംവിധാനം ഉപയോഗിച്ച് നെല്ലിന്റെ പോഷക ഔഷധ ഗുണങ്ങളോ സുഗന്ധമോ നഷ്ടപ്പെടാതെ ഏകീകൃത താപനിലയിൽ ഉണക്കിയെടുക്കാൻ സാധിക്കും. അമൃത TC ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റാണ് അമൃത ഡീഹൈഡ്രേഷൻ സിസ്റ്റം. ഇതിൽ 300 മുതൽ 400 കിലോ വരെ 4 മണിക്കൂർ കൊണ്ട് അവർക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് അവർക്ക് വളരെ ഉപയോഗപ്രദമാണ്. സാധാരണ ഇത് ഉണക്കിയെടുക്കുന്നതിന് അവർ 2 ദിവസം ഉപയോഗിച്ചിരുന്നു. അതിലേതെങ്കിലും ദിവസം മഴയാണെങ്കിൽ അവർക്ക് ആ ഉണക്കൽ നടക്കുമായിരുന്നില്ല. അപ്പോൾ അവരുടെ അരി നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ ഇത് അവർക്ക് ഒരു ശങ്കയും കൂടാതെ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. 4 മണിക്കൂറിനുള്ളിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിലേക്ക് ഇത് നമ്മൾ നെല്ലിലോടുകയും വേറൊരു ബ്ലോവർ ഉപയോഗിച്ച് കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചൂടുള്ള എയർ നമ്മളിതിലേക്ക് പമ്പ് ചെയ്യുകയും ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് റൊട്ടേഷനോടെ വളരെ ചെറിയ സ്പീഡിൽ കറങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ നെല്ലിൻ്റെ ഗ്രെയിൻസ് അതിൻ്റെ ഫ്ലേവർ എല്ലാം മാറും. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഇത് കറങ്ങാവൂ. മഴ കാരണം ഈർപ്പം തങ്ങി നെല്ലിൽ പൂപ്പൽ പിടിക്കുന്നത് മൂലമുള്ള നഷ്ടം ഇതോടെ പൂർണ്ണമായി ഒഴിവാക്കാം. നിലവിൽ 2 ടണ്ണിന് മുകളിലുള്ള നെല്ല് ഉണക്കാനുള്ള സംവിധാനമാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. ഇത് ചെറുകിട മില്ലുകൾക്കും കർഷകർക്കും പ്രയോജനം ചെയ്യില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ സംവിധാനം വികസിപ്പിക്കാൻ നടപടി തുടങ്ങിയത്. അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചത്. അമൃത സർവകലാശാല ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതന്റെ നേതൃത്വത്തിലാണ് പുതിയ യന്ത്രം വികസിപ്പിച്ചിട്ടുള്ളത്. നവര, ജീരകശാല, ഗന്ധകശാല, രക്തശാലി തുടങ്ങിയ കേരളത്തിന്റെ പൈതൃക നെല്ലിനങ്ങളെ സംരക്ഷിക്കുകയും അവയുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അമൃത സർവകലാശാല ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ പറഞ്ഞു. So Amrita Vishwavidyapeetham is well known for the compassion-driven innovation approach that's extremely core to its vision and mission laid out by its chancellor. And this project actually helped us extend this vision to the farmer community, and it extended beyond just being a post-harvest technology to a farmer-driven initiative that not only improved the grain quality but helped them regain income stability as well and confidence in paddy production. മുൻപ് 2 ദിവസത്തിലധികമാണ് നെല്ലുണക്കാൻ സമയമെടുത്തിരുന്നതെങ്കിൽ ഈ സംവിധാനത്തിലൂടെ വെറും 4 മണിക്കൂർ കൊണ്ട് നെല്ലുണക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കർഷകരും ചെറുകിട മില്ലുടമകളും വ്യക്തമാക്കുന്നു. 2008 മുതൽ ഞാൻ കൃഷി ചെയ്യണാണ്. ഇപ്പോൾ 1-ാം വിള വരുന്നത് നമ്മൾക്ക് ഓണത്തിനാണ് കൊയ്യുക. ഇവിടെയാണെങ്കിൽ ജൂൺ മുതൽ ഡിസംബർ വരെ 6 മാസം തുടർച്ച മിക്കവാറും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മഴയാണ്. അപ്പോൾ നമ്മൾ കൊയ്ത നെല്ല് ഉണക്കിയെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായ കാരണം ഇപ്പോൾ 1-ാം വിള നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നെല്ല് ഉണക്കി സൂക്ഷിച്ചാൽ തന്നെ അത് കേരളത്തിൽ ഉപയോഗിക്കുന്നത് പുഴുങ്ങി കുത്തി അരിയാക്കിയിട്ടാണ്. പുഴുങ്ങി കഴിഞ്ഞിട്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കേടായി പോവുക ചെയ്യണം. ഈ മെഷീൻ വന്നതിന് ശേഷം നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മെഷീൻ വന്നതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ധൈര്യമായിട്ട് പുഴുങ്ങാനും ഉണക്കാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് മുന്നേ കണ്ടവാനം നശിച്ച് പൂത്ത് ഉണങ്ങിയൊക്കെ കേടായിയൊക്കെ പോവാറുണ്ട്. മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതമനുഭവിക്കുന്ന കേരളത്തിലടക്കമുള്ള നെൽകർഷകർക്ക് പുതിയ സംവിധാനത്തിലൂടെ വിള സംരക്ഷണം സാധ്യമാകും. ഇതുവഴി കർഷകർക്ക് നെൽകൃഷിയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഓരോ ധാന്യത്തിനും മികച്ച വില ഉറപ്പാക്കാനും സാധിക്കുകയും ചെയ്യും. ജനം, തൃശൂർ.